ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനക. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിഴിഞ്ഞത്തെ യുവാവിനെ നടുറോട്ടിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് 38-കാരനായ സുമനെ നടുറോട്ടിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നു. ബാറിലുണ്ടായ തർക്കത്തിനിടയിൽ ഇടപെട്ടതിനെ തുടർന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് പോലീസ് അറിയിച്ചു. സഹോദരങ്ങളായ അച്ചുവും അനന്തവും ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സുമൻ അവശനായ ശേഷവും ആക്രമണം തുടരുന്നതായി വ്യക്തമാണ്. വോട്ടെണ്ണലിൽ ജാഗ്രതയ്ക്ക് UDF നിർദ്ദേശം. തിരുവനന്തപുരം വോട്ടെണ്ണലിന് മുന്നോടിയായി അത്യന്തം ജാഗ്രത പാലിക്കണമെന്ന് UDF നിർദ്ദേശിച്ചു. ബൂത്തിലെ വോട്ട് കണക്കുകൾ വോട്ടിംഗ് യന്ത്രത്തിലെ കണക്കും ഒത്തുപോകണമെന്ന് ഉറപ്പാക്കാൻ ഏജന്റുമാർക്ക് നിർദ്ദേശം നൽകി. ഫോം 17C രേഖകൾ സമാഹരിച്ച് ജില്ലാ തലത്തിൽ പരിശോധിക്കാനും തീരുമാനിച്ചു. സ്ട്രോങ് റൂമുകളും CCTV സംവിധാനങ്ങളും നിരീക്ഷിക്കാൻ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടു. ട്രംപിന്റെ എക്കണോമിക് ഫ്യൂറി. ഇന്ത്യക്ക് തിരിച്ചടി. ന്യൂഡൽഹി ഇറാനും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ പുതുക്കില്ലെന്ന അമേരിക്കയുടെ തീരുമാനത്തോടെ ഇന്ത്യക്ക് തിരിച്ചടി. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചതനുസരിച്ച് മാർച്ച് 11 മുൻപെത്തിയ എണ്ണ സ്വീകരിക്കാൻ നൽകിയ സമയപരിധിയും ഇനി നീട്ടില്ല. ഇതോടെ അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ കർശന നിയന്ത്രണങ്ങൾ തിരിച്ചുവരികയും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ ബാധിക്കപ്പെടുകയും ചെയ്യുന്നു. ചിന്നസ്വാമിയിൽ RCB വാഴ്ച. കോഹ്ലിക്ക് ഓറഞ്ച് ക്യാപ്പ്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയൻസിന്റെ 5 വിക്കറ്റിൽ തോൽപ്പിച്ചു. 147 റൺസ് എന്ന ലക്ഷ്യം RCB 15.1 ഓവറിൽ മറികടന്ന് ലീഗ് പട്ടികയിൽ ഒന്നാമതായി. ബോളിംഗിലും ബാറ്റിംഗിലും തിളങ്ങിയ RCBക്ക് വിജയം എളുപ്പമായി. ഇതോടെ കോഹ്ലി ഓറഞ്ച് ക്യാപ്പും സ്വന്തമാക്കി. ഹോർമുസിൽ US ഉപരോധം കടുപ്പം. സൈനിക മുന്നറിയിപ്പ്. വാഷിംഗ്ടൺ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം കൂടുതൽ ശക്തമാക്കി US കർശന മുന്നറിയിപ്പ് നൽകി. ഉപരോധം ലംഘിച്ച് ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകുന്നതോ അവിടെ നിന്ന് വരുന്നതോ ആയ കപ്പലുകൾ തടഞ്ഞു പിടിക്കാമെന്നും അനുസരിക്കാത്ത പക്ഷം സൈനിക നടപടി സ്വീകരിക്കാമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതിനായി എബ്രഹാം ലിങ്കൺ കപ്പലിലെ ആയിരക്കണക്കിന് നാവികരെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ഇതുപോലുള്ള ന്യൂസുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.